നമ്മൾ ഇന്നൊരു ക്ലബിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഡെയിലി വന്നിറങ്ങുന്ന നമ്മുടെ മാൾട്ടയിലെ സെന്റ് ജൂലിയൻസിലുള്ള ഒരു മെയിൻ പബ് നൈറ്റ് ലൈഫ് സിറ്റിയിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ വെച്ച കിടിലൻ കുറച്ച് ടഫ് സ്റ്റെപ്പുകളും ഒക്കെയാണ് കേട്ടോ നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത്. ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പൊ വീക്കെൻഡുകളിൽ ഇവിടെ ഏറ്റവും അധികം ആളുകൾ ആക്റ്റീവ് ആകുന്ന കുറച്ച് ദിവസങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മളിപ്പം പോകുന്നത് നമ്മൾ ഒരു പബ്ബിലേക്കാണ് പോകുന്നത്. ഒരു ഒരു പാർട്ടി നൈറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വല്ലേറ്റിലേക്ക് വന്നിട്ടുണ്ട്. വല്ലേറ്റ് ഇവിടുത്തെ സെന്റർ ആണ്. ഇവിടെയാണ് ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് സെന്റ് ജൂലിയൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ കേട്ടോ. ഇതുണ്ടോ ഇവിടുത്തെ വല്ലേറ്റിലെ മെയിൻ ആയിട്ടുള്ള വാട്ടർ ഫൗണ്ടൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റ് വരുമ്പോഴത്തേനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട്. ആ ഒരു ബ്ലൂ ഷെയ്ഡ് വെള്ളത്തിന് അവിടെ ഒരു ബ്ലൂ ഷെയ്ഡിന്റെ ലൈറ്റ് കൊടുത്തിട്ട് ആ വെള്ളത്തിന്റെ ഭാഗത്ത് കൊടുത്തിട്ട് ആ ഒരു വാളിന്റെ ഭാഗത്തൊക്കെ ഒരു വാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ആ ഒരു സ്കൾപ്ചർ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈറ്റ് കാണാൻ ഭയങ്കര രസമാണ്. ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ പണിതിറക്കുന്ന ഈ ഒരു ചെറിയൊരു സ്ട്രക്ചർ കണ്ടോ, ഇത് മാൾട്ട 2015 എന്ന് പറയുന്ന 2015 എന്ന് പറയുന്ന ആ ഒരു ഒരു വിഷൻ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു എന്തുവാരെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോഴത്തേക്ക് നമ്മൾ ബസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് സെന്റ് ജൂലിയൻ ഏരിയയിലേക്ക് നമുക്ക് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. സാധാരണ വീക്കെൻഡ് ദിവസങ്ങളിൽ ഒരുപാട് തിരക്ക് വരുന്നൊരു ഒരു സമയമാണ്. പക്ഷെ നമ്മൾ പോയ സമയത്തിന്റെ ആയിരിക്കാം ഇപ്പോൾ ഒരു സമയം ഒരു 8 മണി 9 മണി രാത്രി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതാ സെന്റ് ജൂലിയൻസ് എത്തിയിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റോളം നമുക്ക് ബസ്സിൽ സ്പെൻഡ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ വരാനായിട്ട് ട്രാഫിക്കിനനുസരിച്ചിരിക്കും. സെന്റ് ജൂലിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. നൈറ്റ് ലൈഫ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് കഥകൾ പറയാനുള്ള റെസ്റ്റോറൻറ്റ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റീസും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. നമ്മൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ കാണുന്നത് ഇവിടുത്തെ വെൽബീസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ നേരെ കണ്ടോ ആ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു പ്രത്യേക സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അതാണ് മെർക്കുറി ടവർ. ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഞാനിവിടെ MBA പഠിച്ച ആ ഒരു കോളേജാണ് കേട്ടോ. ഇവിടുത്തെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ ഈ നാട്ടിൽ ഇങ്ങനെ എഴുതി പഠിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു നല്ലൊരു ചേഞ്ച് ഞാൻ അനുഭവിച്ച ഒരു കോളേജായിരുന്നു കേട്ടോ ഈ പറയുന്ന ഈ ഒരു കോളേജ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോഴത്തേക്കും നമ്മൾ അതിനെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ അതിനെ പിന്നിട്ടുകൊണ്ട് നമ്മളിതാ വീണ്ടും നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ആ ഒരു യൂറോപ്യൻ വൈബ് തരുന്ന, മാൾട്ടയിൽ നമുക്കറിയാം ബാക്കിയുള്ള ഏരിയകളിലൊന്നും ആ ഒരു അത്രയും യൂറോപ്യൻ ടച്ചിങ് വന്നിട്ടില്ല. ഒരു കഥകൾ, ഈ നൂറ്റാണ്ടുകളുടെ കഥകളാണ് ഇവിടെ പറയാനുള്ളത്. ചരിത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പക്ഷേ സെന്റ് ജൂലിയൻ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു യൂറോപ്യൻ വൈബ് നമുക്ക് അടിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ മുന്നിലേക്ക് നമുക്ക് പോവാം. അപ്പം നമ്മുടെ കൂടെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്ക് അവരൊക്കെ താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മേളിലാണ് ബസ്സിൽ വന്നിറങ്ങിയത്. അപ്പോഴത്തേക്ക് നമുക്ക് താഴേക്ക് പോയിട്ട് അവരെ മീറ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പബ്ബിലേക്ക് പോകാം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ താഴേക്ക് നടന്നിട്ടുണ്ട്. LED ഡിസ്പ്ലേസ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ആ ഒരു സ്ട്രീറ്റ്സ് ഒക്കെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളിതാ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ കൂട്ടമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് കൂടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പച്ചവില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഏരിയ ഉണ്ട്, ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ ഒരു ഡിസ്ട്രിക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും അധികം ക്രൗഡഡ് ആയിട്ട് ഈ ഒരു പബ്ബും പാർട്ടികളും ഒക്കെ പോയി ഏറ്റവും അധികം നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം ആളുകളാണ് അവിടെ വരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കാണണേ. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ മെർക്കുറി ടവർ ആണ്. അപ്പോൾ ഈ മെർക്കുറി ടവർ എന്ന് പറയുമ്പോഴത്തേനും മാൾട്ടയിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. അതായത് ഒരു ഐഡന്റിഫിക്കേഷൻ പോലെ ഇപ്പം വന്നിരിക്കുകയാണ്. കാര്യം ഒരു മോഡേൺ സ്ട്രക്ചറിലുള്ള ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പിലായിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ കുറച്ച് പ്ലേയിങ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ, കുറച്ചും കൂടെ ടാമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബർഗർ ഷോപ്പ്, ഒരു ക്രാഫ്റ്റ് ബർഗർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഷോപ്പും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴേക്കും നമ്മൾ നേരെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കാമായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് കേട്ടോ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പച്ചവില്ല എന്ന് പറയുന്ന നമ്മൾ ആ ഒരു മെയിൻ ഒരു ക്ലബിങ് ഏരിയയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. ഈ ഏരിയയിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ വാളിലും, എല്ലാ ബിൽഡിങ്സിൻ്റെ വാളിലും അൾട്രാ എച്ച് ഡി ആയിട്ടുള്ള നമുക്ക് പടങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര മനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ഡിസ്പ്ലേസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി, ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആ ഒരു ബിൽഡിങ്സിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ. സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ആ ഒരു ലൈറ്റപ്പിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ നമുക്ക് അവിടെ മൊത്തം കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു പ്രത്യേക വൈബാണ് ഇതുവഴി ഇപ്പം നടക്കുമ്പോൾ തന്നെ. ഇവിടെ ഇങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് മുന്നിലായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അവിടെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കുറേ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് അതിന് മുന്നിലൂടെയാണ് ഈ ഒരു ഏരിയ മുഴുവൻ, ഒരു പച്ചവില്ല എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് മൊത്തം. ഇതുണ്ട് ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു ഭംഗി നോക്കിയേ.
എന്തൊരു ഒറിജിനാലിറ്റി ആണെന്ന് കണ്ടോ. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിങ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പിടികിട്ടും. ഇവിടെ നമുക്ക് ഓരോരോ ഡിസ്പ്ലേസ് കണ്ടോ, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഓരോ ഈ ഹവാന എന്നൊക്കെ പറയുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ ഓരോരോ പബ്ബുകളാണ്, ഓരോ ക്ലബ്ബുകളാണ്. അപ്പോൾ ആ ഒരു ക്ലബ്ബുകളുടെ പേരുകളാണ് ഇവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അപ്പോൾ ഓരോ ക്ലബ്ബുകളുടെ നെയിം ബോർഡും ഓരോ കളറിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി സ്ട്രീറ്റിലേക്ക് വന്ന് വീഴുമ്പോഴത്തേനുണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു പച്ച, ചോപ്പ്, നീല എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സ് ഓഫ് കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഭയങ്കര ഒരു വിബ്ജിയോറാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ നമുക്ക് നടന്നു പോകാം. നമ്മൾ കാണുന്ന പോലെ തന്നെ ജനത്തിരക്കാണ് കേട്ടോ, അത്രമാത്രം തിരക്കാണ് ഇവിടെ ആളുകൾ. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ആളുകളെ മാറ്റി മുന്നിലേക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഒരു വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു റെഡ് ഷെയ്ഡുള്ള ഒരു ഏരിയ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാൾട്ടയിൽ ഇപ്പം നമ്മൾ മറ്റേത് ഏരിയയിൽ ഇപ്പം മാൾട്ടയിൽ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ചെന്നെന്ന് പറഞ്ഞാലും ഇത്രയും അധികം ആളുകളെ തിരക്കുള്ള വല്ലറ്റയിൽ പോലും ഇത്രയധികം ഒരു തിരക്ക്, ഇത്രയധികം ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ചവില തന്നെയാണ് കേട്ടോ. ഈ ഒരു സെന്റ് ജൂലിയൻ ഈ ഒരു ഏരിയ തന്നെയാണ്. കാര്യം അത് ഈ നൈറ്റ് ലൈഫ് തന്നെയാണ്. ഈ ഒരു നൈറ്റ് ലൈഫാണ് ഏറ്റവും അധികം ആളുകളെ ഈ ഒരു സെന്റ് ജൂലിയൻ ഏരിയയിലേക്ക് ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ, ഹോട്ടൽസും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വന്ന് കയറിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ക്ലബിലേക്കാണ് കേട്ടോ, ഒരു മെയിൻ ക്ലബിലേക്കാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഔട്ട് സൈഡിൽ നിന്ന് കണ്ട ആ ഒരു മെയിൻ ക്ലബിലേക്കാണ് കേട്ടോ നമ്മൾ വന്ന് കയറിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടഫ് സ്റ്റെപ്പ് ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ആളുകൾ ഒട്ടും മോശമല്ല, എല്ലാവരും തന്നെ ടഫ് സ്റ്റെപ്പ് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട്. ടഫ് സ്റ്റെപ്പ് ഉള്ളി എന്ന് പറയുന്ന ഒരു നിഗമനത്തിലാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാവരും ആ ഒരു ആഘോഷത്തിന്റെ ആ ഒരു വൈബിലാണ്, അത്രയും വൈബാണ്. അതായത് ഇങ്ങനെ ഒരു പബ്ബിലൊക്കെ നമ്മൾ വരുമ്പോഴത്തേനും അത്രയും ആ ഒരു മ്യൂസിക്കും അതിന്റെ ആ ഒരു ആംബിയൻസും ഒക്കെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു വൈബ് ഇങ്ങനെ, ആ ഒരു വൈബ്രേഷൻ ഇങ്ങനെ കയറും. അതാണ് എല്ലാവരും ആ ഒരു സ്റ്റെപ്പൊക്കെ നമുക്കവിടെ വെറുതെ ചെന്ന് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ റോളായിട്ടൊരു രസമാണത്. അപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഈ നടന്നു വന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആളുകളെ കാണുന്നതാണ്. അവരെല്ലാം നമ്മുടെ ക്യാമറ കാണുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ ഓരോ വാളുകൾക്കും ഓരോ ഭംഗിയാണ്. അതായത് ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് പോയി കഴിയുമ്പോഴത്തേന് ഇത്രയും ആളുകളും പിരിയുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണ്? പകല്. ആ ഒരു പകൽ സമയത്ത് ഇവിടെ ആളുകൾ വരികയും ഇവിടുത്തെ പബ്ലിക് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇവിടെ മുഴുവൻ ക്ലീൻ ആക്കുകയും ബിൽഡിങ്സ് ഒക്കെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യും. പ്രൈവറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണെങ്കിൽ ആ പ്രൈവറ്റ് ആയിട്ടുള്ള ഓണറിന്റെ ഉത്തരവാദിത്തമാണ് അത് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ അവർ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. ഇതുണ്ടോ, ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മറ്റൊരു ക്ലബിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് നേരെ ആ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വീണ്ടും ആ ഒരു സ്ട്രീറ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഭംഗി എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. ഇത് നമുക്ക് പാഷൻ എന്ന് പറയുമ്പോഴത്തേനും ലെഫ്റ്റ് കാണുന്ന ആ ഒരു പാഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു ക്ലബ്ബാണ് കേട്ടോ. അത് ആ കാണുന്നത് അതൊരു ബ്ലാക്ക് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹോട്ടൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഹോട്ടലിന്റെ ബേസിൽ പബ്ബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പബ്ബാണ് കേട്ടോ, ഇത് ടോയ് റൂം എന്നാണ് ഈ ഒരു പബ്ബിന്റെ പേര്. അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും, ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. കാര്യം എല്ലായിടങ്ങളിലും അത്രയും അധികം ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും ടെൻഷനാണ്, ഇത് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തന്നെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ച് നിന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഒരു ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് അവിടുന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ പബ്ബ് ആ ഒരു ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഈ ഒരു നൈറ്റിൽ ഇവിടെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ടിഷ്യൂ പേപ്പേഴ്സും സിഗരറ്റിന്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു നിലത്ത് കിടക്കുന്ന കാണാൻ വേണ്ടി വരും. പക്ഷെ നമ്മൾ പകൽ ഒരു ഇതൊന്നും കാണാൻ പറ്റില്ല. പകലൊരു 10 മണി 12 മണി ഉള്ളിൽ ഇവരെല്ലാം വന്നിട്ട് ഇത് ക്ലീൻ ആകും കേട്ടോ. ഈ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ചെറിയ ചെറിയ പെസ്റ്റിസി എന്ന് പറയും, നമ്മുടെ നാട്ടിലെ ഈ പബ്സ് പോലെ അങ്ങനെ കിട്ടുന്ന കുറേ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഷോപ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അവിടെ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ചീപ്പായിരിക്കും. നമ്മൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ചീപ്പായിരിക്കും. നമ്മൾ ഈ മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ ഇതാണ് മാൾട്ടയുടെ ഒരു നൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കടൽ ഉള്ളതും ഈ കടൽ ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുമ്പോൾ ഈ ലൈറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്ന ഈ കടലിലേക്ക് വന്ന് വീണിട്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ഭയങ്കര വൈബ് കിട്ടിയ ഒരു നൈറ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ നൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും.
നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു തിരക്കുള്ള ഏരിയയിൽ നിന്നും തിരക്കില്ലാത്ത ഏരിയകളിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേനും തീരെ തിരക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.